പിന്നെ ഒരു ഞായറാഴ്ചയും കൂടി വന്നു. ഇത് വളരെ പരസ്യമൊന്നുമില്ല. എന്ന് പതിവില്ലാണ്ട് അമ്പലത്തിൽ പോകണം. പതിവില്ലാന്ന് വെച്ചാൽ വല്ലപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട്. ഇതൊക്കെ എനിക്ക് അരിഞ്ഞുണങ്ങുന്നതിനുള്ള സാധനങ്ങളാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് അരിഞ്ഞുണങ്ങി വളരെ നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ നമ്മളൊരു 7 മണിക്കൊക്കെ പോയിരുന്നാണ് നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് 9:30. പുതിയ ഒരാൾ ഷട്ടിൻ്റെ പൊടിൻ്റെയും കറിയൊക്കെ ഒത്താണ് നോക്കുകയാണ്. നമ്മളെന്തും വൈകിയാണ് അമ്പലത്തിലെത്തുന്നത്, അത് അവർക്കും അറിയാം. ലേറ്റ് കമ്പേഴ്സ് സ്കൂളിലുള്ള പോലെ ഇത് നമ്മുടെ മലയാറ്റൂർപ്പാലാണ്. അത് കഴിഞ്ഞ് നമ്മൾ വെച്ചാൽ മതാമാരൊക്കെ അമ്പലത്തിൽ സായിപ്പുമാർ എന്താ അത് അവരെന്താണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പെരുമ്പാവൂരുള്ള അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് നേരെ പ്രധാനപ്പെട്ട കാര്യം ഭോജനം. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കയറിയത് കവീസ് കഫേയിലാണ്. അവിടെ ഞാൻ 2ാമത്തെ തവണയാണ് കയറുന്നത്. ആദ്യത്തെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കയറി, പിന്നെ 2ാമത്തെ തവണ. ഇത് സ്നേഹമല്ല, സമയം പോകാൻ വേണ്ടിയാണ്. പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇയാൾ കറക്കി എൻ്റെ മുഖം കാണിച്ച് അതിപ്പോൾ മാഞ്ഞ് തീർന്നു. ഇത് ഗീ പൊടി ഇഡ്ഡലിയാണ്. ഇതാണെങ്കിൽ മസാല ദോശ. ഇത് ഭയങ്കര ടേസ്റ്റ് സാധനമാണ്. ഞാൻ അങ്ങോട്ട് അഡിക്റ്റായിപ്പോയി. അത്രയും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ഒരു ട്രഡീഷണൽ എന്താ പറയുക, ഒരു അഗ്രഹാര ബ്രാഹ്മീണ അങ്ങനത്തെ സംഭവമൊക്കെയില്ല, ആ ഒരു ടൈപ്പ് ഫുഡൊക്കെ പോലെ തോന്നി. ഭയങ്കരമായിട്ടുള്ളൊരു ട്രഡീഷണലായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഫുഡായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അത് ഞാനാണെങ്കിൽ കമുക്ക് 3 കഴിച്ച് വന്ന് പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മൾ ലൈവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം കാണാൻ പറ്റും കേട്ടോ. പിന്നെ സെയിം സംഭവം തന്നെ പാഴ്സലും കൂടി പറഞ്ഞായിരുന്നു. അതും മേടിച്ച് നേരെ ഡകൾ വീട്ടിലേക്ക് പുറപ്പെടാൻ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, എന്താ ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിക്കാം. ഈ പാഴായിട്ട് വണ്ടി ഓടിക്കടിച്ച് റിസ്ക്കാണ്. ഞാൻ നേരെ എടുത്ത് പട്ടയപ്പം അത് പറഞ്ഞ പാവാടയൊക്കെ എടുത്ത് കുത്തി വണ്ടി ഓടിച്ച് കുറച്ച് നേരത്തേക്ക് ശരിയാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി തിരിച്ചു കൊടുത്തു പേര് 2 ആട്ടൊക്കെ ആട്ടി. നമുക്കിതൊക്കെ വലിയ പുത്തരിയാണോ. ഹെൽമെറ്റ് തിരിച്ചു കൊടുത്ത് നിനക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞ് നേരെ വണ്ടിക്ക്. ഇത് നമ്മുടെ വേറെ സെൽഫിയാണ്. ഇത് വിട്ട കളിയില്ല. ഇത് കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ബായ്.